വിശദമായ വാർത്തകളിലേക്ക്. വി.എസ്. അച്യുതാനന്ദനും ഭാര്യയും വോട്ട് ചെയ്തപ്പോൾ ജി സുധാകരൻ എത്തിനോക്കിയെന്ന വാദം തെറ്റെന്ന് ദൃശ്യങ്ങൾ തെളിവ്. ബീപ് ശബ്ദം കേൾക്കുമ്പോൾ സുധാകരൻ വോട്ടിംഗ് യന്ത്രത്തിന് അടുത്തുനിന്ന് മാറി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചതും. ഇതാ കാണുക. നമ്മുടെ ബാക്കി പോകാൻ പറ്റുമല്ലോ. ഇല്ല കയ്യില്ല, നമ്മളിറങ്ങി. നമ്മുടെ ബാക്കി പോകാൻ പറ്റുമല്ലോ. ഒന്നും കൂടി കാണാം ആ ദൃശ്യം. നമ്മുടെ ബാക്കി പോകാൻ പറ്റുമല്ലോ. ഇല്ല കയ്യില്ല, നമ്മളിറങ്ങി. തീർച്ചയായും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുന്നു. ഷാജി, വളരെ വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ. ഒരു പക്ഷേ ബീപ് ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് ചിഹ്നങ്ങൾ പരിചയപ്പെടുത്തുന്നു, സഹായിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരിഞ്ച് പോലും നോക്കാൻ സുധാകരൻ തയ്യാറായിട്ടില്ല. അത് ബീപ് ശബ്ദം കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ, സെക്കൻഡുകൾക്ക് മുമ്പ് തന്നെ സുധാകരൻ മാറുന്നു. വസുമതി വി.എസ്. അച്യുതാനന്ദൻ്റെ ഭാര്യ വോട്ട് ചെയ്യുന്ന ഘട്ടത്തിലാകട്ടെ വളരെ മാറിയാണ്. ദൃശ്യം പോലും അങ്ങോട്ടേക്കല്ല, നോട്ടം പോലും അങ്ങോട്ടേക്കല്ല. അത്ര വ്യക്തമായ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അജിൻഷാദെ, ആ ചിത്രങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നതാണ്. കാരണം വി.എസ്. അച്യുതാനന്ദൻ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ജി സുധാകരൻ അടക്കമുള്ള ജില്ലയിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ കൂടെ ഉണ്ടായിരുന്നു. ജി സുധാകരൻ അടക്കമുള്ള നേതാക്കൾ വോട്ടിംഗ് സമയത്ത് കൂടെ നിന്നിരുന്നു എന്നുള്ള വാർത്തകളാണ് പത്രങ്ങളിലൂടെയും മറ്റും പുറത്തു വന്നത്. എന്നാൽ അതെല്ലാം തികച്ചും തെറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. വി.എസ്. വോട്ട് ചെയ്യാൻ വരുന്ന 1-2 സെക്കൻഡ് സമയത്തേക്ക് വി.എസിന് ചില ആശങ്കകളുണ്ട്. കാരണം യന്ത്രം ആ സമയം പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന പ്രിസൈഡിംഗ് ഓഫീസറോട് മകൻ അരുൺ കൈകൊണ്ട് തന്നെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ കൊടുത്ത നിർദ്ദേശാടിസ്ഥാനത്തിൽ വി.എസ്. വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഈ വന്ന സാങ്കേതികത്വം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ജി സുധാകരനും അരുൺകുമാറും അടുത്ത് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, വോട്ട് ചെയ്യാൻ സമയത്ത് ജി സുധാകരനും അരുൺകുമാറും മാറി നിൽക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വി.എസിൻ്റെ ഭാര്യ വോട്ട് ചെയ്യുന്ന സമയത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. സാധാരണഗതിയിൽ വോട്ടിംഗ് യന്ത്രത്തിന് മുൻവശം വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ശബ്ദം കേൾക്കുകയാണ് പതിവ്. പക്ഷേ വി.എസ്. ആദ്യം അത്തരം സംഭവം ചെയ്തപ്പോൾ യാതൊരുവിധ ശബ്ദവും അതിനുള്ളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഇവർ രണ്ടും ചെന്നത്. ഇവർ ചെന്ന യന്ത്രത്തകരാറാണോ എന്ന് പരിശോധിക്കുന്ന സമയത്തെടുത്ത ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് വി.എസ്. വോട്ട് ചെയ്യുന്നത് ഒളിഞ്ഞു നോക്കിയെന്നുള്ള രീതിയിൽ ജി സുധാകരനെ വ്യാപകമായിട്ട് മാധ്യമങ്ങൾ വേട്ടയാടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇതെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യുന്ന സമയത്ത് ആ യന്ത്രത്തിൽ നിന്ന് സൗണ്ട് കേൾക്കും. ഈ യന്ത്രത്തിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത് വോട്ട് ചെയ്യുന്ന സമയത്താണ്. ഈ സമയത്ത് അരുൺകുമാറോ ജി സുധാകരനോ ആ പരിസരത്തില്ലായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും UDF-ഉം മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചില ശക്തികളും ചേർന്ന് ജി സുധാകരനെ ആദ്യഘട്ടം തൊട്ട് തന്നെ അദ്ദേഹത്തിന് വ്യാപകമായിട്ട് വർഗീയ ധ്രുവീകരണത്തിലൂടെയും മറ്റും പരാജയപ്പെടുത്താൻ പല ശ്രമങ്ങളും
പരിശ്രമവും നടത്തിയിരുന്നു. കഴിഞ്ഞ 2 തവണയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ അമ്പലപ്പുഴയിൽ നിന്നും വിജയിച്ച ജി സുധാകരനെ പരാജയപ്പെടുത്താൻ UDF-ന് സാധ്യമല്ല എന്നുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഏറ്റവും ഒടുവിൽ UDF-നുള്ളിലെ സീറ്റ് തർക്കത്തിനൊടുവിൽ വന്നു വീണത് ഷേഖ് പി ഹാരിസാണ്. അദ്ദേഹത്തിന്റെ ചില മാധ്യമങ്ങളുടെ സ്വാധീനം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അദ്ദേഹത്തിനുമുണ്ട്. ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജി സുധാകരനെയും മറ്റും ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഷാജി. തീർച്ചയായും ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണുമ്പോൾ അത് വ്യക്തമാകുന്നു. ഒരിക്കൽ കൂടി കാണാം ആ ദൃശ്യങ്ങൾ. എന്താണ് VS അച്യുതാനന്ദൻ വോട്ട് ചെയ്ത അന്നത്തെ മുറിയിൽ നടന്നത്? നമ്മുടെ ബാക്കി പോകാൻ പറ്റുന്നുണ്ടോ? കയ്യില്ല നമ്മളിറങ്ങി. തീർച്ചയായും ഇപ്പോൾ നമ്മോടൊപ്പം CPIM നേതാവ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ സജി ചെറിയാൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സജി ചെറിയാൻ, അത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ് പ്രചരിച്ചത് മാധ്യമങ്ങളിലൂടെ എന്ന് വ്യക്തമാകുന്നു. ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞങ്ങളും ഞെട്ടുന്നു. അതായത് VS അച്യുതാനന്ദനും ഭാര്യയും വോട്ട് ചെയ്യുന്ന 2 ഘട്ടത്തിലും ജി സുധാകരൻ ബീപ് ശബ്ദം കേൾക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് മാറി നിന്ന് നൽകുകയാണ് അവർക്ക് രഹസ്യമായി വോട്ട് ചെയ്യാൻ. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആവർത്തിച്ച് പീപ്പിൾ TV കാണിക്കുകയാണ്. പിന്നെങ്ങനെ? ഹലോ, പറയാമോ? ശ്രീ സജി ചെറിയാൻ കേൾക്കാം. അതെ, അതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു ബൂത്ത് ഏജന്റ് BJPയുടെ UDF-ന്റെ ബൂത്ത് ഏജന്റുമാരുണ്ടായിരുന്നു. പരാതി കൊടുത്തില്ല. പ്രിസൈഡിംഗ് ഓഫീസറിന്റെ പരാതിയില്ല. അതിനുശേഷം 6 മണിക്ക് വോട്ടെടുപ്പിന് ശേഷമാണ് ഒരു ഗൂഢാലോചന നടന്നത്. അത് ചില മാധ്യമ രംഗത്തുള്ള ചില മാർക്സിസ്റ്റ് വിരുദ്ധന്മാരും BJPയും UDF-ഉം കൂടെ ചേർന്ന് മോർഫ് ചെയ്തിട്ട് ഫോട്ടോസാണ് പിറ്റേ ദിവസത്തെ മനോരമയിലും മാതൃഭൂമിയിലും വാർത്ത വന്നിട്ടുള്ളത്. ഇതാണ് വസ്തുത. യഥാർത്ഥത്തിൽ അവിടെ ഈ ബീപ് സൗണ്ട് ഈ VS വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി കയറുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഏതാണ്ട് 2 മിനിറ്റോളം അവിടെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ എന്താണ് സംഭവം എന്നവർ അന്വേഷിച്ചിട്ടുണ്ട്. അത് ജി സുധാകരൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകൻ അരുൺകുമാറും അന്വേഷിച്ചു. അപ്പോൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി വോട്ട് ചെയ്യുമ്പോഴും സിസ്റ്റർ വോട്ട് ചെയ്യുമ്പോഴും ഈ സംഭവം തന്നെ വന്നു. ശബ്ദം കേട്ടില്ല. അപ്പോ സ്ഥാനാർത്ഥി ജി സുധാകരൻ ചോദിക്കുന്നുണ്ട് പ്രിസൈഡിംഗ് ഓഫീസറോട് ഈ ശബ്ദം കേൾക്കാത്ത. അപ്പൊ ശബ്ദം കേൾക്കാത്തതിനെ പറ്റി പരിശോധിച്ചപ്പോൾ അതിന്റെ കണക്ഷൻ കൂടിക്കിടക്കുക. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 10-40 മാധ്യമ പ്രവർത്തകരും ഒരു 100-100 ആളുകൾ വളരെ കൺജസ്റ്റഡ് മുറിയാ. ഒരു 150 ആള് VS വന്നപ്പോൾ ഇടിച്ചതിനകത്ത് കയറി. ഇത് ഒരു അനുവാദം പോലും പ്രിസൈഡിംഗ് ഓഫീസറെ മേടിച്ചില്ല. എന്നിട്ട് പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ള ആളും അവർ ബാക്കി സ്ത്രീകളായിരുന്നു. പാവപ്പെട്ട അവർ 2 പേരും വരുണ്ട് ഒരു മൂലക്കോട്ടങ്ങ് മാറി ഇവരുടെ തെള്ളു കണ്ട്. പോലീസോ? അപ്പോ പോലീസ് നിഷ്ക്രിയമായിരുന്നു. പോലീസ് നോക്കി നിൽക്കുക. പോലീസ് ഒന്നും ചെയ്തില്ല. യഥാർത്ഥത്തിൽ പോലീസ് ഒന്നും ചെയ്തില്ല. അതാണ് വസ്തുത. എന്നിട്ട് ഇതൊരു ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മുതൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരുപാട് ഗൂഢാലോചന നടക്കുന്നുണ്ടല്ലോ. അവസാനം ഇത് വെച്ചിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചാണ് ലാസ്റ്റ് ഇത് നോക്കിയത്. അത് വസ്തുതയല്ല എന്ന് CPM ജില്ലാ കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാനിന്ന് കൊടുത്തിട്ടുണ്ട്. വളരെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ് നടന്നത്. അതായത് കാൻഡിഡേറ്റ് എന്ന നിലയിൽ നൽകിയ തീർച്ചയായും ഇപ്പോൾ ജി സുധാകരൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജി സുധാകരൻ, താങ്കൾ ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, പോലീസിന്റെ ഭാഗത്താണ് വീഴ്ച പറ്റിയത്, ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ അന്നൊന്നും ആരും വിശ്വസിച്ചില്ലായിരിക്കാം, അല്ലെങ്കിൽ ചിലർ വിശ്വസിച്ചിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ദൃശ്യം കിട്ടി, ഞങ്ങളത് പ്രേക്ഷകരെ കാണിക്കുകയാണ് പീപ്പിൾ TV. അതായത് താങ്കൾ ബീപ് ശബ്ദം കേൾക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പേ മാറി നിന്ന് കൊടുക്കുന്നു. ജനാധിപത്യ മര്യാദയിൽ താങ്കൾ ഒരു സ്വാതന്ത്ര്യവും അവിടെ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന് ദൃശ്യങ്ങൾ ബോധ്യമാകുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പ്രചരിച്ചു? ഇതിപ്പോ സംഭവിച്ചത്, ഞാൻ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കുകയായിരുന്നു. കാൻഡിഡേറ്റിനും ചീഫ് ഏജന്റും ചെയ്യാമല്ലോ. അപ്പോൾ 20 പോളിംഗ് ബൂത്തുകളിൽ പോകേണ്ട 25 ബൂത്തിൽ പോകേണ്ട സമയമായപ്പോ PS വോട്ട് ചെയ്യാൻ വീട്ടിൽ വന്നു എന്നറിഞ്ഞു പരവൂരിൽ. ഞാനപ്പോ വട്ടയാർ സ്കൂളിൽ നിൽക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ വാഹനമെടുത്ത് ഒരു 10-12 മിനിറ്റിനുള്ളിൽ VSന്റെ വീട്ടിൽ വന്നു. ബസ്സിൽ റെഡിയായിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ 3:45 ഇറങ്ങി. മുമ്പിൽ കാറിൽ ഞാൻ പോയി. ഞങ്ങളവിടെ സ്കൂളിന് മുമ്പ് ഇറങ്ങി നടന്ന്
പോളിംഗ് ബൂത്ത് ഒരുപാട് ആളുകളുണ്ട്, കൂടി 500 ആൾ അവിടെ കൂടിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തിലോട്ട് കയറുമ്പോൾ പിന്നെ PS-ന്റെയോ എന്റെയോ ഞങ്ങളുടെ ആരുടെ അനുവാദം ഇല്ലാതെ ആളുകളെ പോലീസ് കയറ്റി വിടുകയാണ് പുറകെ. ഒരൊറ്റയാളെ പോലീസ് തടഞ്ഞില്ല. ഒരു ഓട്ടോയെ മാത്രമേ ഓട്ടോറിക്ഷ VS ഭാര്യ ഹസ്ബൻഡ് സിസ്റ്ററെ മകൻ അരുൺ അദ്ദേഹത്തിന്റെ ഭാര്യ 4 പേരും സ്ഥാനാർത്ഥിയായി എനിക്ക് ഇവിടെ 5 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും പോലീസ് തടയേണ്ടതാണ്. തടഞ്ഞില്ല. ഒരു 300 പേര് 100 പേരകത്ത് കയറി. BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഉണ്ട്, അവരകത്ത് കയറി അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ സീറ്റും കാര്യങ്ങളും ഒന്നും ഇരിക്കാൻ സ്ഥലം ആകെ ഇത് അവര് താറുമാറാക്കി പ്രസിഡന്റ് കസേരയില്ല എല്ലാം മാറി ഇരുന്നിട്ട് അത്ര കൺഫ്യൂഷനാണ്. അതിന്റെ ഇടയ്ക്ക് ഒരുവിധം VS നടപടിക്രമങ്ങൾ 2-3 ടേബിളിലൊക്കെ പൂർത്തിയാക്കി ആ തിരക്കിനുള്ള VS വന്ന് ഈ ഇങ്ങനെ ഒരു ബോർഡ് കൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പുറകെയുള്ള കസേര വന്നിരുന്നു. ഞാനപ്പോ മാറി അവിടെ നിൽക്കാണ്. കാരണം ആ ഭാഗത്തല്ലാതെ എനിക്ക് നിൽക്കാൻ സ്ഥലമില്ല. രണ്ട് ഉദ്യോഗസ്ഥകൾ മാറി ആ മൂലയ്ക്ക് വന്നിട്ടുള്ളൂ. അവര് എന്റെ അടുത്തല്ല, കുറച്ച് അങ്ങോട്ട് മാറി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു 10-30 സെക്കൻഡ് ആയിട്ടും VS വോട്ട് ചെയ്യുന്നില്ല. അവിടെ ഇരുട്ടുമാണ്, ലൈറ്റും ഇല്ല. അപ്പൊ ആരും കൂടെ നിൽപ്പുണ്ട്. അപ്പൊ ഞാന് അല്പം മുന്നോട്ട് വന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കി. എനിക്ക് ശരിക്കും അകം കാണാനൊക്കത്തില്ല. അപ്പൊ ഒന്നാമത് ഇരുട്ടായത് മാത്രമല്ല, എനിക്ക് നീളം കുറവായത് കൊണ്ട് ഞാൻ ആ കാണ്ട് പോകുന്ന മേളിൽ കൂടെ കുണിഞ്ഞാലേ ഇത് കാണാൻ പറ്റും. അതാണ്, അടുത്തുനിന്നാലൊന്നും കാണാനൊക്കില്ല. എനിക്ക് നീളവും കുറവാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മാറുകയും ചെയ്തു. അപ്പോഴാണ് ലൈറ്റില്ലാന്ന് അരുൺ ഇങ്ങനെ മോളിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 10-30 സെക്കൻഡ് കഴിഞ്ഞാണ് VS വോട്ട് ചെയ്തത്. VS ഞാൻ മാറിയതിനു ശേഷം 30 സെക്കൻഡുകൾ എടുത്തിട്ടുണ്ടാവും VS വോട്ട് ചെയ്യാൻ. ഒരു കാരണവശാലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യത്തുമില്ല. ഒന്നൊന്ന് ആ പ്രശ്നം അതാണ്. ഞാൻ നോക്കിയിട്ടുമില്ല, നോക്കേണ്ട സാഹചര്യമില്ല. സാഹചര്യം ഉണ്ടായാലും നോക്കേണ്ട വ്യക്തമായ കാര്യമാണ്. അതിപ്പം പീപ്പിളിന്റെ ആ ദൃശ്യം ഞാൻ കാണുകയുണ്ടായി. അത് കഴിഞ്ഞ് അവരൊരു കസേരയിട്ട് VS-നെ യന്ത്രത്തിന്റെ വടക്കേ സൈഡ്, ഇത് തെക്കേ സൈഡിലാണ് ഞങ്ങൾ നിന്നത്. വടക്കേ സൈഡിൽ ഇത് മുറി കിഴക്ക് പടിഞ്ഞാറാണ്. ഞാൻ VS-ന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. അത് കാണാം. അപ്പൊ പശുമൻ സിസ്റ്റർ ഭാര്യ വോട്ട് ചെയ്യാൻ വന്നു. 3 തവണ അവരെ പ്രസ് ചെയ്തിട്ടും ബീപ്പിംഗ് സൗണ്ട് വരുന്നില്ല. ഞാനപ്പോ 2 അടി മുന്നോട്ട് വന്ന് എന്താന്ന് നോക്കി. അകത്തോട്ട് നോക്കിയില്ല ഞാൻ. അപ്പൊ ബീപ്പിംഗ് സൗണ്ട് വരാൻ്റെ കാരണം ഈ തിരക്ക് കാരണം കണക്ഷൻ ഇടാൻ പറ്റാൻ ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചു. അപ്പൊ കണക്ഷൻ കൊടുത്തു, അവർ വോട്ട് ചെയ്യും. ഇതാണ് സംഭവം. ഈ സംഭവം ഇതെല്ലാം രമേശ് ചെന്നിത്തലയാണ്. പോലീസിനെ കൊണ്ടകത്ത് ആളെ കയറ്റുക, BJP-യും കോൺഗ്രസ്സുകാരെയും കയറ്റുക. അപ്പൊ ഒരാളെ കയറ്റാം. ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടില്ല കാലത്ത് കയറ്റാൻ. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ആരും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ഏജന്റന്മാർക്കാർക്കും തർക്കമില്ല, പ്രിസൈഡിംഗ് ഓഫീസർക്ക് തർക്കമില്ല, ആർക്കും ഒരു തർക്കമില്ല. ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് പോയി വൈകുന്നേരം ആകുമ്പോൾ വരികയാണ്. ഈ പറഞ്ഞ കേസുകാരും നോക്കി ഒളിഞ്ഞു നോക്കിയെന്നാണ് ആദ്യം. ഇത്രയും പേര് നിൽക്കുമ്പോൾ ഒരാൾ ഒളിഞ്ഞു നോക്കിയെന്നൊക്കെ ടെലിവിഷനുകൾ കൊടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പറ്റും? കണ്ടല്ലോ, ഒളിഞ്ഞാണോ നോക്കുന്നത്? എല്ലാവരും പരിസരത്ത് നിൽക്കല്ലേ. അപ്പൊ അപമാനിക്കാൻ വേണ്ടി എന്നെ അവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി രമേശ് ചെന്നിത്തല അയാൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചിട്ട് അരിപ്പാട്ട് അദ്ദേഹത്തിന് BJP വോട്ട് കിട്ടാൻ വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചു. 13 ഇലക്ഷനിലൂടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള മത്സരം. 957 ഇലക്ഷൻ സുഗതൻ സാറിനോട് മുതൽ ഇപ്പൊ 2011 എന്നോട് വരെ കോൺഗ്രസ് ആണ് ഏറ്റുമുട്ടും. ഒരു തവണ മാത്രം RSPയുടെ വാരമുള്ള സ്ഥാനം മത്സരിച്ചോ കോൺഗ്രസ് ആണ്. അപ്പൊ ഇതങ്ങ് മാറ്റിയിട്ട് ഇവിടെ BJP-ക്ക് കുറച്ചോട്ട്, കോൺഗ്രസിന്റെ ഹിന്ദു വോട്ട് കുറച്ച് കിട്ടിക്കോട്ടെ, BJP 2ാം സ്ഥാനത്ത് കൊണ്ടുവരാൻ സംബന്ധിച്ചു കൊടുക്കുക. തീർച്ചയായും ശ്രീ G. സുധാകരൻ, താങ്കൾ ദയവായി ലൈനിൽ നിൽക്കുക തന്നെ ചെയ്യണം. ഒരിക്കൽ കൂടി ആ ദൃശ്യം പ്രേക്ഷകർക്കായി പീപ്പിൾ TV കാണിക്കുകയാണ്. അതായത് VS അച്യുതാനന്ദൻ വോട്ട് ചെയ്ത ദിവസം എന്താണെന്ന് നോക്കാം. നോക്കൂ, VS അച്യുതാനന്ദനും അരുൺകുമാറും വോട്ട് ചെയ്യാനായി നിൽക്കുന്നു. G. സുധാകരൻ അവിടേക്കെത്തി സാങ്കേതികമായ പിഴവുകൾ മാത്രം പരിശോധിക്കുന്നു, വോട്ട് ചെയ്യാൻ വേണ്ട സാഹചര്യം ഒരുക്കുന്നു, മാറി നിൽക്കുന്നു. അതിനുശേഷമാണ് ബീപ് ശബ്ദം കേട്ടത്. VS അച്യുതാനന്ദനും G. സുധാകരനും മാറിയിരിക്കുന്നു. VS അച്യുതാനന്ദന്റെ ഭാര്യ വോട്ട് ചെയ്യുന്ന ഘട്ടം. ബീപ് ശബ്ദം കേൾക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് മുഖം തിരിച്ച് മാറി നിൽക്കുന്നു G. സുധാകരൻ. ദൃശ്യങ്ങൾ വ്യക്തമാകുന്നു. ശ്രീ G. സുധാകരൻ, താങ്കൾ ലൈനിലുണ്ടോ? ലൈനിലുണ്ട്. വ്യക്തമാണ് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ബീപ് ശബ്ദം ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് വളരെ സുതാര്യമായ ആ ദൃശ്യങ്ങളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെയെങ്കിൽ അതായത് ഷേഖ് പി ഹാരിസ്, അവിടുത്തെ താങ്കളുടെ എതിർ സ്ഥാനാർത്ഥി, നോക്കൂ, പ്രിസൈഡിംഗ് ഓഫീസർ അവിടെ ഉണ്ടല്ലോ. അവിടെ അവർ പരാതി പറഞ്ഞിട്ടുണ്ടോ ആ ഘട്ടത്തിൽ? 2, ഓരോരോ പാർട്ടിയുടെയും കക്ഷികളുടെയും ഏജന്റുമാർ അവിടെ ഇരിപ്പുണ്ടാവുമല്ലോ. പറഞ്ഞിട്ടില്ല. പിന്നീട് എപ്പോഴാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തെടുത്തത്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ആര്?
ഞാനതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞത്. BJP-യുടെ വോട്ട് ഹിന്ദുക്കളായ കോൺഗ്രസ്സുകാരുടേത് BJP-ക്ക് ഹിന്ദുക്കളായ കോൺഗ്രസ്സുകാരെ കുറച്ച് വോട്ട് മറിച്ചു കൊടുത്ത് 2ാം സ്ഥാനത്ത് എത്തിക്കാം. അപ്പുറത്ത് BJP-യുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി അത് എഗ്രിമെന്റ് ഉണ്ടാക്കിയതിന്റെ ഭാഗമായി 2 മാസമായിട്ട് ഒരുപാട് നിയമവിരുദ്ധമായ പ്രവർത്തനം അവിടെ UDF നടത്തിക്കൊണ്ടിരിക്കുകയായി. UDF-ലെ ഈ രമേശ് ചെന്നിത്തല ലോബിയാണ് നടത്തിയത്. ഞങ്ങൾ അതിനെല്ലാം 4 വൃത്തികെട്ട ലേഖകളാണ് എനിക്കെതിരായിട്ട് ഇറക്കിയത്. ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഈ മാജി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫീസർ ഒരൊറ്റയാൾ ആക്ഷൻ എടുത്തില്ല. ഒരു മറുപടി പോലും അല്ലെങ്കിൽ വന്നില്ല. തികച്ച നിയമവിരുദ്ധമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ ഇതെല്ലാം കഴിഞ്ഞു പോയി. അവസാനം കലക്ടർ ഇവര് DCCയോ കുറച്ച് ആളുകളെ കൊണ്ട് പെറ്റീഷൻ കൊടുപ്പിച്ചു. അപ്പൊ കലക്ടർ വിശദീകരണം ചോദിച്ചു, അതായത് ജില്ലാ ഭരണാധികാരി. അപ്പൊ അദ്ദേഹം പ്രിസൈഡിംഗ് ഓഫീസർ കൊടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒഫൻസ് ഇല്ല. ഈ സുധാകരൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അവിടെ ആളുകൾ കയറി, പത്രലേഖകന്മാരും കയറി നിയന്ത്രണാതീതമായ ഒരു സംവിധാനം ഉണ്ടാക്കി അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സംരക്ഷണം വേണ്ടത് കിട്ടിയില്ല എന്നാണ് അദ്ദേഹം കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ കേസെടുക്കാൻ ഒക്കാതെ വന്നു. ഉടൻ രമേശ് ചെന്നിത്തല പോലീസിനെ ഉപയോഗിച്ചിട്ട് നിങ്ങളെ എന്താ പറയുന്നത് സ്യൂമോട്ടോ കേസെടുക്കണം. സ്യൂമോട്ടോ കേസെടുക്കാൻ ഒക്കാത്തത് കൊണ്ട് അവരെ എടുത്തില്ല. ഉടനെ അവരെ മാജിക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് അദ്ദേഹം ഉത്തരവ് കൊടുക്കാണ് കേസ് രജിസ്റ്റർ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. അത് നിയമപരമായി ശരിയല്ലാത്തതുകൊണ്ട് 1 ദിവസം കാലതാമസം വന്നപ്പോ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഇപ്പോൾ കേസ് എടുപ്പിച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയാണ് മുഴുവൻ ചെയ്തിട്ടുള്ളത്. ഈ മാജി എന്ന് പറയുന്ന ആള് ആ സ്ഥാനത്ത് അർഹനല്ല. വെറും ഈ കേരള സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വെറും ഒരു ആടുതല്ലിയാണെന്നാണ് തെളിഞ്ഞത്. അയാൾക്കെതിരെ ഞാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് തെളിവ് സഹിതം പരാതി കൊടുക്കാൻ പോവാണ്. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കൂടി അതിന് പിൻബലമാകട്ടെ. തീർച്ചയായും ജി സുധാകരൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിനെതിരെ പരാതി നൽകും. യഥാർത്ഥത്തിൽ ചെന്നിത്തലയുടെ ആസൂത്രണത്തിൽ നടന്ന രാഷ്ട്രീയമായ നീക്കമാണ്. ഇതൊക്കെയാണ് ജി സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. തീർച്ചയായും VS അച്യുതാനന്ദനും ഭാര്യയും വോട്ട് ചെയ്തപ്പോൾ ജി സുധാകരൻ എത്തി നോക്കിയെന്ന വാദം തെറ്റെന്ന് തെളിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തെളിവായി പീപ്പിൾ TV പുറത്തുവിടുന്നത്. ബീപ് ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ സുധാകരൻ വോട്ടിംഗ് യന്ത്രത്തിന് അടുത്തുനിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായതെന്ന് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമായി. ഇതിനകത്താണ് സജി ചെറിയാനും ജി സുധാകരനും പ്രതികരിച്ചത്. വാർത്തകളിലേക്ക്. ഭരണ തുടർച്ച ഉറപ്പാണെന്ന് ഉമ്മൻചാണ്ടി. എത്ര സീറ്റെന്ന് ഇപ്പോൾ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള അതേ ആത്മവിശ്വാസമാണ് ഇപ്പോഴും ഉള്ളതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. എക്സിറ്റ് പോളിൻ്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്, ജനങ്ങളുടെ വോട്ടാണ് നാളെ എണ്ണുന്നത്. BJP അക്കൗണ്ട് തുറക്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. UDF ജയിക്കും, അത് മാത്രം. എക്സിറ്റ് പോളിന്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്ത മെഷീൻ വെച്ചിട്ടാണ് നാളെ കൗണ്ടിംഗ് നടക്കുന്നത്. ആ കൗണ്ടിങ്ങിൽ UDF ജയിക്കും. UDFിന്റെ ഭരണ തുടർച്ച ഉറപ്പ്. വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ 8:30 അറിവാകും. 140 മണ്ഡലങ്ങളിലായി 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കൂട്ടലുകൾക്കും കിഴിക്കലുകൾക്കും വിരാമമിട്ട് രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഫലപ്രഖ്യാപനം നാളെ 9 മണിയോടെ കേരളം ഇടത്തേക്കോ വലത്തേക്കോ എന്നത് വ്യക്തമാകും. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ ഒരേ സമയം നടക്കും. ആകെ 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ഓരോ മണ്ഡലത്തിന്റെയും വോട്ടെണ്ണൽ ഹാളുകളിൽ വരണാധികാരിയുടേതുൾപ്പെടെ പരമാവധി 15 മേശകളുണ്ടാകും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലും വോട്ട് എണ്ണി തുടങ്ങും. ഒരു പോളിംഗ് കേന്ദ്രത്തിലെ വോട്ടുകൾ ഒരു മേശയിൽ എന്ന രീതിയിലാണ് എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ഒരേ സമയം എണ്ണാനാകും. ഒരു മെഷീനിലെ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷമാകും അടുത്ത മെഷീൻ വോട്ടെണ്ണൽ മേശയിൽ എത്തിക്കുക. വോട്ടെണ്ണൽ തത്സമയം ജനങ്ങളിലെത്തിക്കാൻ രാവിലെ 6 മുതൽ പീപ്പിൾ TVയും സജ്ജമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രധാന വാർത്തകളിലേക്ക് മറ്റു വാർത്തകളിലേക്ക്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ CPIMന്റെ നേതൃത്വത്തിൽ പ്രചരണ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു തുടങ്ങി. കൊച്ചിയിൽ CPIM ജില്ലാ സെക്രട്ടറി P. രാജീവിന്റെ നേതൃത്വത്തിലാണ് പ്രചരണോപാധികൾ നീക്കം ചെയ്തത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് തുടങ്ങിയ മാതൃകാ പ്രവൃത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും CPIM തുടരുന്നത്. പ്രകൃതിക്ക് ദോഷകരമായ മുഴുവൻ ഫ്ലക്സ് ബോർഡുകളും വിവിധയിടങ്ങളിൽ നീക്കം ചെയ്തു തുടങ്ങി. എറണാകുളം കളമശ്ശേരിയിൽ CPIM ജില്ലാ സെക്രട്ടറി P. രാജീവിന്റെ നേതൃത്വത്തിലാണ് പ്രചാരണോപാധികൾ നീക്കം ചെയ്തത്. രാജീവിനൊപ്പം കളമശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AM യൂസഫും ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ളവരും ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, പ്രചരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് നീക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ റീസൈക്കിൾ ചെയ്യാവുന്നത് റീസൈക്കിൾ ചെയ്യുക, ഗ്രോ ബാഗിന് ഉപയോഗിക്കാവുന്നത് അങ്ങനെ ഉപയോഗിക്കുക. ആ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നുണ്ട്. കളമശ്ശേരിക്ക് പുറമെ ജില്ലയിലെ വിവിധ മേഖലകളിലും പ്രചാരണോപാധികൾ നീക്കം ചെയ്യൽ പ്രക്രിയയ്ക്ക് തുടക്കമായിട്ടുണ്ടെന്നും P. രാജീവ് പറഞ്ഞു.
വോട്ടെണ്ണലിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പ്രചാരണോപാധികളും നീക്കം ചെയ്യാനാണ് CPM തീരുമാനമെന്നും ജില്ലാ സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉത്തരാഖണ്ഡിലെ 9 കോൺഗ്രസ് വിമത MLA-മാർ BJP-യിൽ ചേർന്നു. കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ ഈ MLA അയോഗ്യരാക്കിയിരുന്നു. MLA-മാരുടെ കൂറുമാറ്റം ഉത്തരാഖണ്ഡിലെ ഹരീഷ് റാവത്ത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. തുടർന്ന് കേന്ദ്രം പ്രശ്നത്തിൽ ഇടപെടുകയും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം പിന്നീട് സുപ്രീം കോടതി റദ്ദാക്കുകയാണ് ഉണ്ടായത്. ഇതിനിടെ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടുകയും ചെയ്തു. യമനിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിൽ സുരക്ഷിതനാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയത് IS അല്ലെന്നും യമനിലെ മറ്റൊരു ഭീകര സംഘടനയാണെന്നും ആണ് വിവരം. ഫാദർ ടോമിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ മാർച്ചിലാണ് യമനിൽ ആയുധധാരികളായ തീവ്രവാദികൾ ഫാദർ ടോമിനെ തട്ടിക്കൊണ്ടുപോയത്. മലയോര ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടലും കിഴിക്കലുമാണ് മുന്നണി നേതൃത്വം. അണുവിട തെറ്റിയാൽ വോട്ടുകൾ കണക്ക് കൂട്ടുമ്പോൾ ഇരു മുന്നണികൾക്കും വിജയത്തിൽ കുറഞ്ഞ ഒരു പ്രതീക്ഷയുമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് ജില്ലയിൽ നടന്നതോടെ കൂട്ടലും കിഴക്കലിലുമാണ് മുന്നണി നേതൃത്വങ്ങൾ. ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ ദേവികുളത്ത് മാത്രമാണ് 2011 അപേക്ഷിച്ച് പോളിംഗ് പിന്നോട്ട് പോയത്. 2011 ജില്ലയുടെ മൊത്തം ശരാശരി 71.13% 2016 ഇത് 72.59 ഉയർന്നു. പോളിംഗ് ശതമാനത്തിലെ വളർച്ച അനുകൂലമാകുമെന്നാണ് LDF വിലയിരുത്തുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വർധനവിൽ ജനങ്ങൾ നന്നായി ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അവരുടെ വികാരം, ജനവിരുദ്ധ നടപടികൾക്കെതിരായിട്ടുള്ള അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് അവർ ഉപയോഗിച്ചു എന്നതാണ്, അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഇടുക്കി, ഉടുമ്പൻചോല മണ്ഡലങ്ങളിൽ വലിയ പോളിംഗ് നടന്നെങ്കിലും ഈ മണ്ഡലങ്ങളിലെ പോളിംഗ് ഉയർച്ചയ്ക്ക് BDJS-ന്റെ സാന്നിധ്യം കൂടി ഉണ്ടെന്നത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ സ്ഥാനാർത്ഥികളുടെ മികവും സർക്കാരിന്റെ വികസനവും ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ മറ്റു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഇത് UDF-ന് അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെന്നുമാണ് വലതുപാളയത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്ന പല ഘടകങ്ങളും, LDF-ന് അനുകൂലമായി ഉണ്ടായിരുന്ന പല ഘടകങ്ങളും ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന് ഈ ജില്ലയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് ഈ ജില്ലയിൽ UDF അനുകൂല സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ 5 നിയോജകമണ്ഡലങ്ങളും ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും നാളെ വോട്ടെണ്ണൽ പൂർത്തിയാക്കാതെ മലയോര മനസ്സ് ആർക്കൊപ്പമായിരുന്നു എന്ന് പറയുക അസാധ്യമാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൊല്ലം ജില്ലയിലെ മികച്ച പോളിംഗിൽ പ്രതീക്ഷ അർപ്പിച്ച ഇരു മുന്നണികളും 11 സീറ്റിലും വിജയപ്രതീക്ഷയിലാണ് LDF. എന്നാൽ 4-ൽ കൂടുതൽ സീറ്റ് ജില്ലയിൽ ലഭിക്കുമെന്ന് UDF-ഉം പ്രതീക്ഷിക്കുന്നു. കരുനാഗപ്പള്ളി, ഇരവിപുരം, കുണ്ടറ, ചവറ എന്നീ 4 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകില്ലെന്ന് ഇരുമുന്നണികളും അവകാശപ്പെടുമ്പോൾ പുതിയ വോട്ടർമാരിലാണ് ഇവരുടെ പ്രതീക്ഷ. നിലവിലെ സ്ഥിതിയിൽ നിന്ന് ഇടതുപക്ഷം മുന്നേറുമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ പറഞ്ഞു. 11 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ജയിച്ചു വരാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും വളരെ അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നതായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ 11 സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ 9 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരു ജില്ലയാണ്. ആ 9 സീറ്റ് കിട്ടിയതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവുമാണ് കാണുന്നത്. കൃത്യമായി ജനവികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നെങ്കിൽ ജനവികാരം അനുസരിച്ചിട്ട് 11 സീറ്റ് കിട്ടും. എന്നാൽ കൈപ്പത്തിയുടെ MLA ഇക്കുറി ജില്ലയിൽ നിന്നുണ്ടാകുമെന്ന് TCC പ്രസിഡന്റ് കൊടിക്കുന്ന് സുരേഷ് അവകാശപ്പെട്ടു. ഞങ്ങൾക്ക് ബഹുഭൂരിപക്ഷ സീറ്റുകളിലും വിജയപ്രതീക്ഷയുണ്ട്. അതിന് കാരണം സ്ഥാനാർത്ഥികളുടെ മികവ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മാത്രമല്ല UDF-ൽ അനൈക്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനമായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇത്തവണ ഭൂരിപക്ഷ സീറ്റുകളിൽ ജില്ലയിൽ ജയിക്കുമെന്നുള്ളതാണ്. കൊട്ടാരക്കര, പനലൂർ, കുന്നത്തൂർ എന്നീ LDF മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനായെന്ന് UDF പറയുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് BJP. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
ശക്തമായ മത്സരം നടന്ന പത്തനംതിട്ട ജില്ലയിൽ കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും. രണ്ട് പുതുമുഖങ്ങൾ മത്സരിക്കുന്ന ആറന്മുളയിലും കോതിയിലും സിറ്റിംഗ് MLA-മാരെ പരാജയപ്പെടുത്തി ജില്ലയിലെ 5 മണ്ഡലങ്ങളും വിജയിക്കുമെന്ന് ഇടതുപക്ഷം പറയുമ്പോൾ ജില്ലയിൽ സമ്പൂർണ്ണ വിജയമാണ് UDF അവകാശപ്പെടുന്നത്. ആറന്മുള, കോന്നി, തിരുവല്ല, റാന്നി, അടൂർ എന്നീ 5 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വം കൂട്ടിക്കിഴക്കലുകളുടെ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോകുന്നത്. 5 സിറ്റിംഗ് MLA-മാരും മത്സരിച്ച ജില്ലയിൽ പരാജയം MLA-മാരെ മാത്രമല്ല അവർ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിക്കും വലിയ തിരിച്ചടിയായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പുതുമുഖങ്ങൾ ഇടതുപക്ഷത്തു നിന്നും മത്സരരംഗത്തെത്തിയത് ആറന്മുളയിലും കോന്നിയിലുമാണ്. രണ്ടുപേരും പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തിരുന്നു. രണ്ടുപേർക്കും അട്ടിമറി വിജയം നേടാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ജില്ലയിലെ LDF നേതൃത്വം. മറ്റു മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാരുടെ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയ്ക്കാൻ സാധിച്ചാലും അട്ടിമറി നടക്കാനുള്ള സാധ്യത കുറവാണ്. നിലവിൽ 3 സീറ്റ് LDF-ഉം 2 സീറ്റ് UDF-ഉമാണ് കൈവശം വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഇരു മുന്നണികളും സമ്പൂർണ്ണ വിജയമാണ് അവകാശപ്പെടുന്നതും. ബിജേഷ് നടുവിൽ, പത്തനംതിട്ട. ഉദ്യോഗത്തിന്റെയും കൂട്ടിക്കിഴക്കലിന്റെയും ഒരു ദിനം പിന്നിടുമ്പോൾ തലസ്ഥാന ജില്ലയിൽ എല്ലാ മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4% വർധനയാണ് തലസ്ഥാന ജില്ലയിൽ ഉണ്ടായത്. ഈ അധിക വർധന തങ്ങളെ തുണയ്ക്കുമെന്ന് 3 പ്രധാന മുന്നണികളും കരുതുന്നു. വോട്ട് മെഷീനിലായതിനു ശേഷം കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും ഒരു നീണ്ട പകൽ അസ്തമിച്ചു. രാഷ്ട്രീയ ഗുണിതത്തിന്റെ രസക്കൂട്ടുകൾ ചേരുംപടി ചേർന്നോ എന്ന ആശങ്ക മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒരേപോലെയുണ്ട്. ഗുണിച്ചും ഹരിച്ചും വട്ടമെത്തിക്കാനുള്ള പെടാപ്പാടിലാണ് രാഷ്ട്രീയ കക്ഷികൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തേക്കാൾ മണ്ഡലം കമ്മിറ്റികൾ പറഞ്ഞ കണക്കിന്റെ കരുത്താണ് ഇടതുമുന്നണിക്ക്. തിരുവനന്തപുരം ജില്ലയിൽ വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് മുൻ മന്ത്രി M. വിജയകുമാർ പറയുന്നു. 987 റിസൾട്ട് അതിൻ്റെ ഒരു ആവർത്തനമായിരിക്കും. പലതുകൊണ്ടും സാമ്യമുണ്ട് 987 ഈ ട്രിവാൻഡ്രത്ത് 14 അസംബ്ലി മണ്ഡലങ്ങളിൽ 13-ലും വിജയിച്ചു LDF. 87 ഏകദേശം സമാനമായ, അതിനേക്കാൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളിൽ മാറ്റമുണ്ട്. 987 ആവർത്തിക്കും. 14 സീറ്റിലും പ്രതീക്ഷയുണ്ട്. 10-ലധികം സീറ്റ് ഉറപ്പിക്കാം. കനത്ത തോൽവി പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ സൃഷ്ടിച്ച അന്താളിപ്പിലാണ് UDF ക്യാമ്പ്. UDF-ന് തോൽവി പ്രവചിച്ച രാഷ്ട്രീയ ജ്യോത്സ്യന്മാർക്ക് 19-ന് രാവിലെ കണക്ക് തെറ്റുമെന്നാണ് വീക്ഷണം റെസിഡൻഷ്യൽ എഡിറ്റർ അജിത് കുമാർ പറയുന്നത്. 14-ൽ നമ്മുടെ ചില സർവേകളൊക്കെ കേവലം 2 സീറ്റുകളാണ് UDF-നായിട്ട് കനിഞ്ഞ് അനുവദിച്ചു തന്നിരിക്കുന്നത്. അത് ശരിയായിരിക്കില്ല എന്നുള്ളത് നമുക്ക് 19-ാം തീയതി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാകും. അങ്ങനെയുള്ള വലിയൊരു പരിക്ക് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനോ UDF-നോ ഉണ്ടാകില്ല. ഇരു മുന്നണികളുടെയും കണക്ക് തെറ്റിക്കാൻ കഴിയാവുന്നവരാണ് തങ്ങളെന്ന കാര്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷന് രണ്ടഭിപ്രായമില്ല. താമര വിരിയുക തന്നെ ചെയ്യുമെന്ന് കുമ്മനം തറപ്പിച്ചു പറയുന്നു. BJP അടങ്ങുന്ന NDAക്ക് നല്ല പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. BJPക്കെതിരെ NDAക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രചരണം നടത്തി. ഒരു കാരണവശാലും നിയമസഭയിൽ തൊടിയിക്കില്ല, കയറാൻ അനുവദിക്കില്ല, അക്കൗണ്ട് തുറക്കില്ല. 2 കൂട്ടരും ഒരേ കാര്യം പറയും. അപ്പം 2 കൂട്ടരും കൂടെ ഒരേ ആളിനെ കുത്തിക്കീറി വലിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 2 കൂട്ടരും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ് BJP തോൽപ്പിക്കാൻ. തിരുവനന്തപുരം ജില്ലയിൽ ഭൂരിപക്ഷം നേടാനായാൽ ഭരണം പിടിക്കാൻ കഴിയുമെന്നിരിക്കെ ജില്ലയുടെ ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. ചിലരുടെയൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഈ കാണുന്ന ചുവരിനപ്പുറം ഉറങ്ങിക്കിടക്കുന്നത്. ചിലരുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള പ്രഹരശേഷി അവയ്ക്കുണ്ട്. വിധി എന്താണെന്നറിയാൻ ഇനി കേവലം ഒരു ദിനം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സ്വപ്നങ്ങൾക്ക് കാവൽ നിൽക്കുന്ന അർദ്ധസൈനികർക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ കുമാറിനൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. വോട്ട് പെട്ടിയിലായതോടെ മുന്നണികൾ കണക്കുകൂട്ടലുകളും കിഴിക്കലുകളുമായി നീങ്ങുന്നു. മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതും നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും നെഞ്ചിടിപ്പ് ഏറ്റുകയാണ്. ഫലം പുറത്തുവരാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ LDF-ഉം UDF-ഉം BJP-യും കണക്കുകൂട്ടലുകളിലാണ്. മികച്ച പോളിംഗ് ആർക്ക് ഗുണകരമാകും, ആർക്ക് ദോഷകരമാകും എന്ന ചർച്ചകൾ സജീവം. പോളിംഗ് കൂടിയാൽ വിജയം UDF-നെന്നും കുറഞ്ഞാൽ LDF-നെന്നുമുള്ള പഴയ വാദം ഇന്ന് ആരും കണക്കിലെടുക്കുന്നില്ല. 2011 തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ഉണ്ടായപ്പോൾ വിജയം UDF-ന് 75.12 അന്ന് പോളിംഗ്. നേരിയ ഭൂരിപക്ഷത്തിനാണ് UDF വിജയിച്ചു കയറിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 77.83%. എന്നാൽ വിജയം LDF-ന്. പോളിംഗ് ശതമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടലുകളിൽ കഴമ്പില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്.
അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ മിക്കവയും LDFന് മികച്ച വിജയം പ്രവചിക്കുകയാണ്. UDFന് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നും പ്രമുഖർ പലരും കടപുഴകുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ചൂടുപിടിച്ചും ചർച്ചകൾ സജീവം. സംസ്ഥാനത്ത് സർക്കാരിനെതിരായ വികാരം ശക്തമായിരുന്നുവെന്നും അത് വോട്ടായി മാറിയെന്നുമാണ് LDF നേതാക്കളുടെ കണക്കുകൂട്ടൽ. എക്സിറ്റ് പോളുകളും അത് ശരിവെക്കുകയാണ്. എന്നാൽ UDF ആകട്ടെ 72 മുതൽ 76 വരെ സീറ്റുകളിൽ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ്. ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ നിരത്തിയാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എങ്കിലും പല നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നത് തോൽവിയാണ്. BJP അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നതും സജീവ ചർച്ചാ വിഷയം. മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിലെ വോട്ടുകൾ കൂട്ടിയും കിഴിച്ചും താമര വിരിയുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ചില എക്സിറ്റ് പോൾ ഫലങ്ങളും BJP അക്കൗണ്ട് തുറക്കുമെന്ന് സൂചന നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയത്തെ ഉയർന്ന പോളിംഗ് ശതമാന നിരക്കിൽ വിജയപ്രതീക്ഷകൾ പങ്കുവച്ചു മുന്നണികൾ. കൂടുതൽ സീറ്റുകൾ നേടുമെന്നും വൻ മരങ്ങൾ കടപുഴകുമെന്നും LDF വിലയിരുത്തുമ്പോൾ ജില്ലയിലെ എല്ലാ സീറ്റുകളും തൂത്തുവാരുമെന്നാണ് UDF കരുതുന്നത്. വോട്ടുകൾ സ്വന്തം പെട്ടിയിൽ വീണിട്ടുണ്ടോ എന്ന ആകാംക്ഷയിലാണ് BJPയും BDJS. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ ആകെയുള്ള 9 സീറ്റിൽ 7 UDFും 2 LDFനുമായിരുന്നു വിജയം. എന്നാൽ 5 വർഷം പിന്നിട്ട് 2016 എത്തിയപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരവും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും റബ്ബർ വില തകർച്ചയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പിളർപ്പും ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഉദയവുമൊക്കെയായിരുന്നു ജില്ലയിൽ പ്രധാന ചർച്ചയായത്. മുൻകാലത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം ഇക്കുറി 77.42 ഉയർന്നത് പല അട്ടിമറികളും ജില്ലയിലുണ്ടായേക്കാം എന്നതിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 2011 വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് മികച്ച വിജയമായിരിക്കും LDF നേടുകയെന്ന് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ പറഞ്ഞു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അന്ന് കിട്ടിയ നമ്പർ ഓഫ് വോട്ടിനേക്കാൾ വർധനവുണ്ടാവും, സീറ്റിലും വർധനവുണ്ടാവും. വൻമരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടാവും ഈ ജില്ലയിൽ. അതേസമയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വികസനത്തിലുള്ള അംഗീകാരം കോട്ടയത്തു നിന്ന് ലഭിക്കുമെന്നും UDF വിജയം സുനിശ്ചിതമാണെന്നും KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS സലീം പറഞ്ഞു. 9 നിയമസഭാ മണ്ഡലങ്ങൾ കോട്ടയം ജില്ലയുടെ ചരിത്രത്തിലാദ്യമായി UDF നേടാൻ പോകുന്നു. NDA മുന്നണിയുടെ ഭാഗമായി BJPയും BDJSും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. ഇവർ കോൺഗ്രസുമായും കേരള കോൺഗ്രസുമായും ചില കുറുമുന്നണി ബന്ധങ്ങളും ധാരണകളും ഉണ്ടാക്കിയിരുന്നതായി ആക്ഷേപമുണ്ട്. അതിനാൽ BJPയുടെയും BDJSന്റെയും വോട്ടുകൾ ഏകീകരിക്കാൻ NDA മുന്നണിക്ക് സാധിച്ചു എന്നതാണ് കോട്ടയം ജില്ല ഉറ്റുനോക്കുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. അവസാനവട്ട കണക്കുകൂട്ടലുകൾ പൂർത്തിയാകുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇരു മുന്നണികൾക്കും പ്രതീക്ഷകളേറെയാണ്. മുഴുവൻ മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം പുലർത്തുമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ പകുതിയിലേറെ സീറ്റുകൾ നേടി ചരിത്രം കുറിക്കുമെന്നാണ് UDF കരുതുന്നത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ല ശ്രദ്ധേയമായത്. അവസാനവട്ട കണക്കുകൂട്ടലുകളിൽ ഇരു മുന്നണികൾക്കും ജില്ലയിൽ പ്രതീക്ഷകളേറെയാണ്. കോഴിക്കോട് ജില്ലയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 2 മാസത്തിലേറെ നീണ്ടുനിന്ന ആവേശകരമായ പ്രചാരണങ്ങൾക്കും തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കുമെല്ലാം ശേഷം വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് ആവേശത്തോടെ എത്തിയത് ഇരുമുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നു. സർക്കാരിന്റെ അഴിമതിക്കും വികസന വിരുദ്ധ നയങ്ങൾക്കും വർഗീയതക്കുമെല്ലാമെതിരായി നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ ഫലം കണ്ടെന്നാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ നേടിയ 10 സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യത്തോടെ വിജയിക്കുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. UDFന്റെ സിറ്റിംഗ് സീറ്റുകളായ കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിലും LDFന് സമാനതകളില്ലാത്ത മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. അതിനാൽ ഈ സീറ്റുകളിലും വിജയത്തിൽ കുറഞ്ഞതൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ. നിലവിലുള്ളതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് UDFന്റെ കയ്യിലുള്ള സീറ്റുകളിലേക്കുള്ള ഒരു കടന്നുകയറ്റം ഇടതുപക്ഷ മുന്നണി നടത്തും. മൊത്തത്തിൽ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും അഭിപ്രായ സർവേയിലും എല്ലാം പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ആ പൊതുമുന്നേറ്റത്തിൽ അഭിമാനകരമായ പങ്കുവഹിക്കുന്ന ജില്ലയായിരിക്കും കോഴിക്കോട് ജില്ല. എന്നാൽ ആദ്യഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി UDFന് പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് UDF ക്യാമ്പിന്റെ വാദം. അതുകൊണ്ട് തന്നെ നിലവിലുള്ള 3 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതോടൊപ്പം LDFന്റെ 4-5 സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നും UDF പ്രതീക്ഷിക്കുന്നു. കുറ്റ്യാടി, പേരാമ്പ്ര, വടകര, കൊയിലാണ്ടി, കുന്നമംഗലം മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും ജില്ലയിൽ പകുതിയിലേറെ സീറ്റുകൾ നേടി ഏറ്റവും മികച്ച വിജയം UDFന് നേടാൻ കഴിയുമെന്നും DCC പ്രസിഡന്റ് KC അബു പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ UDF LDFനേക്കാൾ കൂടുതൽ സീറ്റ് നേടും. കഴിഞ്ഞ തവണ ഞങ്ങൾക്കുണ്ടായിരുന്നത് വെറും 3 സീറ്റാണ് 13-ൽ. ഇത്തവണ LDFനേക്കാൾ കൂടുതൽ സീറ്റ് നേടും എന്ന് പറയുമ്പോൾ 7 സീറ്റ് UDFനുണ്ടാകും. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്തെത്തിക്കാൻ കഴിഞ്ഞതിനാൽ പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP BDJS സഖ്യം. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കണ്ണൂരിലും ഇരുമുന്നണികളും പ്രതീക്ഷയിലാണ്. നിലവിലുള്ള 5 സീറ്റുകൾ നിലനിർത്താനാകുമെന്നാണ് UDF കരുതുന്നത്. എന്നാൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാനാകുമെന്ന ശക്തമായ ആത്മവിശ്വാസത്തിൽ LDF. കണ്ണൂർ ജില്ലയിലെ 5 മണ്ഡലങ്ങൾ ആർക്കൊപ്പം എന്നതാണ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഉയരുന്ന പ്രധാന ചർച്ച. ധർമ്മടം, പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി, മട്ടന്നൂർ, തലശ്ശേരി മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് UDF നേതാക്കൾ പോലും സമ്മതിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു, അവസാനത്തെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിലയിരുത്തലിൽ 11 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 5 UDF കരസ്ഥമാക്കും. കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിൽ ഉയർന്ന കോൺഗ്രസ് ഗ്രൂപ്പ് പോര്, സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ എന്നിവ നേരത്തെ UDF ഭരിച്ച മണ്ഡലങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് LDF. നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച സീറ്റുകൾ നിലനിർത്തുകയും UDF ജയിച്ച സീറ്റുകൾ ഇടതുപക്ഷം വിജയിക്കുകയും ചെയ്യും എന്നതാണ് പോളിംഗിന് ശേഷമുള്ള അനുഭവങ്ങൾ വിലയിരുത്തിയാൽ പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ LDF മികച്ച വിജയം നേടും. LDFന് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് ജില്ലയിൽ ഉണ്ടായത്. അതേസമയം UDF BJP ബന്ധത്തിൽ ഒരു വോട്ട് വിൽപ്പന നടന്നുവെന്ന സംശയം LDF നേതാക്കൾ ആരോപിക്കുന്നു. അതുമാത്രമാണ് പേരാവൂർ, അഴീക്കോട്, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ UDF അനുകൂല കാറ്റ് വീശാൻ സാധ്യത എന്നതാണ് ഇടതുപക്ഷ നിരീക്ഷണം. ജനാധിപത്യ രീതിയിലാണെങ്കിൽ കൂത്തുപറമ്പ്, അഴീക്കോട്, പേരാവൂർ, കണ്ണൂർ മണ്ഡലങ്ങൾ തങ്ങൾക്ക് അനുകൂലമാവുമെന്ന് തന്നെയാണ് LDF വിശ്വാസവും. വ്യക്തിഹത്യാ പ്രചരണം ജനങ്ങളിൽ ഏശുന്നില്ല എന്ന് വന്നപ്പോഴാണ് RSSന്റെ വോട്ട് വിലക്ക് വാങ്ങാൻ UDF തയ്യാറായത്. ഈ 5 മണ്ഡലങ്ങളും നിലനിർത്തുക തന്നെ ചെയ്യുമെന്നാണ് UDF പക്ഷം. അതേസമയം BJPയുമായി യാതൊരുവിധ കൂട്ടുകെട്ടുമില്ലെന്നും DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറയുന്നു. ഒരിക്കലും BJPയുമായി കോൺഗ്രസിന് ധാരണയുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ ഒരു വോട്ട് പോലും ഏതെങ്കിലും രീതിയിൽ മറിക്കുക, തിരിക്കുക, വാങ്ങുക എന്നൊന്നും പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. ജില്ലയിലെ പ്രധാന മുന്നണികളുടെ പോളിംഗ് കണക്കുകൂട്ടലുകളിൽ ആത്മവിശ്വാസവും ആശങ്കയും ഒരുപോലെ നിഴലിച്ച ദിനങ്ങളാണ് കടന്നുപോയത്. ഫലം നാളെ അറിയാം. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.